ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഒരാഴ്ചയിൽ താഴെ ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. നവംബർ ആദ്യ പകുതിക്ക് മുൻപ് തന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും ഉണ്ടാവുമെന്നിരിക്കെ എന്താണ് ബീഹാറിന്റെ മനസ്സിൽ? അഭിപ്രായ സർവേകൾക്കും പ്രവചനങ്ങൾക്കും പൊതുവെ പിടികൊടുക്കാത്ത ബീഹാർ രാഷ്ട്രീയം ഇത്തവണ കരുതി വെച്ചിട്ടുള്ള ട്വിസ്റ്റ് എന്താണ് എന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. കടങ്കഥകൾ പോലെ ഉഴഞ്ഞുമറിയുന്ന ബീഹാർ എന്ന രാഷ്ട്രീയ സമുദ്രത്തിലേക്ക് ഇറങ്ങി തന്നെ നമുക്ക് പരിശോധിക്കാം. അവസാന ലാപ്പിൽ ബീഹാറിന് പറയുവാനുള്ളത് എന്താണ്? 243 നിയമസഭാ സീറ്റുകളുള്ള ബീഹാറിൽ കേവല ഭൂരിപക്ഷമായി 122 ആര് നേടുമെന്ന ചോദ്യം ഉയരുമ്പോഴൊക്കെ അതിനൊപ്പം മറ്റൊരു ചോദ്യം കൂടി കഴിഞ്ഞ ഏതാനും നാളുകളായി ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് പോലും ഉയർന്നു കേൾക്കാറുണ്ട്. എന്നാൽ ഇക്കുറി നിതീഷോ തേജസ്വിയോ എന്ന ആ ചോദ്യത്തിന് നിലവിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ തെല്ലും പ്രസക്തിയില്ല. കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവിശ്വസനീയമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാമെങ്കിലും യാഥാർത്ഥ്യം ഇതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ബീഹാറിൽ കണ്ടുവന്ന നിതീഷ് കുമാർ തേജസ്വി യാദവ് പോരാട്ടമല്ല ഇത്തവണ ബീഹാറിൽ അരങ്ങേറാൻ പോകുന്നത്.